റിപ്പോർട്ട് 14-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആ വാർഷിക ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ നമുക്കൊപ്പം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ എത്തുന്നു. ശ്രീ കെ രാജൻ, മിനിസ്റ്റർ സ്വാഗതം. നമസ്കാരം. മിനിസ്റ്റർക്ക് അറിയാമല്ലോ റിപ്പോർട്ടർ ടിവിയുടെ 2 കാലവും മിനിസ്റ്റർ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ തന്നെ ഇന്നലെ മിനിസ്റ്ററെ കുറിച്ച് ഇവിടെ പറയുകയായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ടി വി 1 വർഷമായി പുനഃസംഘടിപ്പിച്ച് പുനരവതരിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ 13 വർഷം പൂർത്തിയായി 14 വർഷങ്ങളിലേക്ക് കടക്കുന്നു. റിപ്പോർട്ടർ ടി വി എങ്ങനെയാണ് ശ്രീ കെ രാജൻ ഓർമ്മിച്ചെടുക്കുന്നത്? അരുൺ, വളരെ സന്തോഷം. റിപ്പോർട്ടർ ടി വിയുടെ 14ാമത് വാർഷികത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലും റിപ്പോർട്ടറിനെ കുറിച്ചും കേരളത്തിലെ മലയാള മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അരുണിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ റിപ്പോർട്ടർ ടി വി +1 ചേരാൻ വേണ്ടി പോവുകയാണ്. 14 വർഷമായി. നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാലയളവല്ല ഒരു 14 വർഷക്കാലം കൊണ്ട് റിപ്പോർട്ടർ ടി വി പൂർത്തിയാക്കിയത്. റിപ്പോർട്ടർ ടി വിയുടെ 2 കാലത്തിലും ഞാനുണ്ടായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ആരംഭിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെ സമയത്തിലൂടെ കേരളത്തിൻ്റെ MLA-യും ചീഫ് വിപ്പ് മന്ത്രിയുമായ ഈ ഒരു കാലം റിപ്പോർട്ടർ ചാനലിലൂടെ നിരന്തരമായി വാർത്തകളോട് പ്രതികരിച്ചും റിപ്പോർട്ടർ ടി വി അവതരിപ്പിച്ച വാർത്തകളോട് പ്രതികരിച്ചും മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ആ ഘട്ടത്തിലെ ഏറ്റവും ഊഷ്മളമായിട്ടുള്ളൊരു ഓർമ്മ സ്വാഭാവികമായിട്ടും നമ്മുടെ കാലത്ത് വിമർശനാത്മകമായ അഭിപ്രായങ്ങൾ ഒരു മാധ്യമ പ്രവർത്തക സംഘം പറയേണ്ടത് ഏറ്റവും ശ്രദ്ധയോടെ പറയാൻ റിപ്പോർട്ടർ ടി വി നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് പറയേണ്ടത് തന്നെയാണ്. ഒരുപക്ഷെ വാർത്താ വായനയ്ക്കൊരു പുതിയ മുഖമുണ്ടാക്കിയത് റിപ്പോർട്ടറിലൂടെയാണ്. വാർത്താ വായനയ്ക്കൊരു പുതിയ മുഖമുണ്ടാക്കുക എന്ന് മാത്രമല്ല, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളെ കുറെ കൂടി ശ്രദ്ധയോടെ കേൾവിക്കാരൻ്റെ മുമ്പിലേക്ക് ഏറ്റവും ശ്രദ്ധയോടെ അവതരിപ്പിക്കാൻ അതിൻ്റെ അവതരണത്തിൻ്റെ പ്രത്യേക സ്വഭാവത്തിലൂടെ റിപ്പോർട്ടർ ടി വി ശ്രദ്ധിച്ചു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു പ്രശ്നമാണ്. അവിടെ നിന്ന് ആരംഭിച്ചാൽ 14 വർഷക്കാലത്തിന് ശേഷം ഒരുപക്ഷെ എത്രയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാരണങ്ങളിലുണ്ടെങ്കിലും നിങ്ങളുടെ എഡിറ്റേഴ്സ് ടീം വൈകുന്നേരം നടത്തുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻ കൂടി വരുന്നതോടെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിധത്തിലുമുള്ള അഭിപ്രായ പ്രകടനങ്ങളെ പൊതുവായ ഒരു വേദിയിൽ അവതരിപ്പിക്കാനും ഒരു റിപ്പോർട്ടേഴ്സ് ഡെസ്ക് എന്ന വിധത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള നിങ്ങളുടെ സംഘം വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ പൊതുജനങ്ങൾക്ക് കേൾക്കാനും ഒരവസരം ഉണ്ടാകുന്നു എന്നതുവരെ 14 വർഷക്കാലം റിപ്പോർട്ടറിന് ഏറ്റവും ശ്രദ്ധേയമായ നിരവധി വഴികളിലൂടെ കടന്നു വരാൻ സാധ്യമായിട്ടുണ്ട്. 14ാമത് വർഷം നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വാർത്താവതരണത്തിൽ പ്രത്യേകതകൾ കൊണ്ട് ആരംഭിച്ച റിപ്പോർട്ടർ ചാനൽ ഇന്ന് എഡിറ്റേഴ്സ് ഡിസ്കഷനിലൂടെ ഒരുപക്ഷെ ലോകത്തെ തന്നെ മാധ്യമ പ്രവർത്തന രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന വിധത്തിൽ കൊണ്ടുവരാനായി എന്നുള്ള സന്തോഷം തന്നെയാണ് നിങ്ങളോട് രേഖപ്പെടുത്താനുള്ളത്. സ്വാഭാവികമായിട്ടും വൈകുന്നേരം നടത്തുന്ന നിങ്ങളുടെ ചർച്ചകളിൽ യോജിച്ചും എതിർത്തും കടുത്ത എതിർപ്പും കടുത്ത ഐക്യവും രേഖപ്പെടുത്തി നമുക്ക് പറയാനുണ്ടെങ്കിലും അതിലെല്ലാം വ്യത്യസ്തങ്ങളായ എല്ലാ അഭിപ്രായങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ തന്നെ മാധ്യമ പ്രവർത്തന രംഗത്ത് ചിരപരിചിതരായ ആളുകളുടെ ഒരു നല്ല ടീം ഇപ്പോൾ റിപ്പോർട്ടറിൽ ഉണ്ട് എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമാണ്. ഞാൻ ഓർക്കുകയാണ്, ഏതാണ്ട് ദീർഘമായ 1 മാസക്കാലത്തോളം എല്ലാ ദിവസവും രാവിലത്തെ കാപ്പികുടി അരുണിൻ്റെ കൂട്ടത്തിലായിരുന്നു. റിപ്പോർട്ടറിൻ്റെ പ്രാഥമികമായി നടന്നിരുന്ന പ്രഭാത ചർച്ചകളിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എത്രയേറെ വിമർശനങ്ങളും ഐക്യവും ഒക്കെ ഉണ്ടാകുമ്പോഴും എല്ലാ ദിവസത്തെയും വാർത്തകളോട് രാവിലെ പ്രതികരിക്കാനായി എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് മന്ത്രിമാർക്കോ ജനപ്രതിനിധികൾക്കോ ഒന്നും ലഭ്യമാകാതിരുന്ന ഒരവസരം ലഭ്യമായി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം നമ്മുടെ മാനവീയം വീതിയിൽ അരുൺ പറഞ്ഞതുപോലെ രാത്രയങ്ങളായി മാറിയ ഒരു മാസത്തിലേറെ കാലം യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം നടക്കുന്ന വാർത്തകളോട്
അന്നത്തെ പ്രഭാതത്തിൽ തന്നെ പ്രതികരിക്കുക എന്ന ഒരു അസുലഭമായിട്ടുള്ള അവസരത്തിന് കൂടി ഒരു തവണയല്ല, ഒരു തവണ അങ്ങനെ ഉണ്ടാകും, പല തവണകളിൽ അങ്ങനെ ഉണ്ടാകും, പല ദിവസങ്ങളിൽ രാവിലത്തെ മോർണിംഗ് ഷോയിൽ പങ്കെടുക്കും. എന്നാൽ തുടർച്ചയായി ഒരു മാസത്തിലേറെ കാലം എല്ലാ ദിവസവും റിപ്പോർട്ടറിൻ്റെ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷകരോട്, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടറിനെ രാവിലത്തെ ഷോയിൽ ആളുകൾ ആകർഷിച്ച അല്ലെങ്കിൽ ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു സമയം കൂടിയായിരിക്കും ആ സമയം. അല്ലാത്ത സമയം അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും മന്ത്രിമാരോട് നേരിട്ട് സംവദിക്കാനും സംസാരിക്കാനും, പ്രത്യേകിച്ച് അരുണാകുമ്പോൾ ഏറ്റവും രൂക്ഷമായത് മുതൽ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ വരെ മറയില്ലാത്ത വിധം സംസാരിക്കാനും അന്ന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മാധ്യമ പ്രവർത്തന ശൈലിയിൽ റിപ്പോർട്ടറിൻ്റെ വേറിട്ട സാന്നിധ്യം മലയാളി വളരെ ശ്രദ്ധയോടെ കാണുന്നുണ്ട്, വീണ്ടും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. താങ്ക്സ് മിനിസ്റ്റർ. എനിക്കൊപ്പം ശ്രീ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാട്, ആന്റോ അഗസ്റ്റിനൊപ്പം സുജയ പാർവതിയുമുണ്ട്. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. ശ്രീ കെ രാജൻ, എന്തായാലും ഈ പിറന്നാൾ സമയത്ത് നമ്മളോടൊപ്പം ചേരുമ്പോൾ നിശ്ചയമായും ചില രാഷ്ട്രീയ ചോദ്യങ്ങളും അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടാകുമല്ലോ. ഈ 2024 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അതിശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണമായി താങ്കൾ വരുന്ന പാർട്ടിയുടെ വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിമർശനമെന്ന് പറയുന്നത് ഈ സർക്കാർ അൺപോപ്പുലർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ചോദ്യം ഇതാണ്, താങ്കൾ ഈ മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അപ്പോൾ തന്നെയും താങ്കൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം, എന്തെങ്കിലും കാരണത്താൽ ഈ സർക്കാർ അൺപോപ്പുലർ ആയിരിക്കുന്നു എന്നൊരഭിപ്രായം പൊതുസമൂഹത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിലുള്ള നിരീക്ഷണം നടത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ, നിങ്ങൾ 5 പേരും ഉള്ളപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ വിവിധങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഞാൻ ഈ ഘട്ടത്തിൽ കേൾക്കുകയും കാണുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഏറ്റവും ശക്തമായിട്ടുള്ള നിരീക്ഷണം നടത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണനാണ്. ഞാനത് ആദ്യമേ പറയാനുള്ള കാരണം, ഇനി പ്രതികരിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. ഉണ്ണിയെ വിളിച്ച് സംസാരിക്കണം എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ അത് സാധ്യമാകാത്തതുകൊണ്ട് 14-ാം വർഷത്തിൽ തന്നെയുള്ള ഈ ചടങ്ങിൽ വെച്ച് അത് പറയുകയാണ്. നല്ല നിരീക്ഷണം അക്കാര്യത്തിൽ നടത്തുകയുണ്ടായി. കേരളത്തിലെ ഗവൺമെൻറ് അൺപോപ്പുലറായി എന്ന വിധത്തിലുള്ള ഒരഭിപ്രായവും മന്ത്രിയായതുകൊണ്ട് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം എന്ന വിധത്തിൽ എനിക്കില്ല എന്ന് ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഗവൺമെൻറ്റിനോട് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ മുൻഗണനാക്രമങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണണം എന്ന അഭിപ്രായവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ജില്ലാ കമ്മിറ്റികൾ നടത്തിയ വിമർശനങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ആവശ്യമുള്ളതെടുക്കാനും ആവശ്യമില്ലാത്തത് തള്ളിക്കളയാനുമൊക്കെയുള്ള മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ യഥാർത്ഥത്തിൽ നടത്തിയ വിലയിരുത്തൽ എന്താണ് എന്ന് മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കൂടി കഴിഞ്ഞതിന് ശേഷം തുറന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമ പ്രവർത്തകരോടും ജനങ്ങളോടും പറയും. കാരണം ഞങ്ങൾക്കത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്, ഈ പാർട്ടിയുടെ നിലപാടും ഈ പാർട്ടിയുടെ അഭിപ്രായവും എന്താണെന്ന്. സ്വാഭാവികമായും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മുൻഗണനാ ക്രമങ്ങൾ കുറെ കൂടി ഗൗരവത്തോടെയാകണം എന്ന് വിവിധങ്ങളായ കമ്മിറ്റികളുടെ അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു കമ്മിറ്റിയിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഏതെങ്കിലും ഒരാളോ രണ്ടാളോ പറഞ്ഞതാണെങ്കിൽ പോലും തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറയുക എന്നൊരു പൊതു സമീപനം മാധ്യമങ്ങൾ വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2024 പരാജയം വളരെ ഗൗരവത്തോടെ തന്നെ ഈ ഗവൺമെൻറ് കാണുകയും കേരളത്തിൽ ആ ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടികൾ ഏറെ ഗൗരവത്തോടെ ആ കാര്യം എടുക്കുകയും സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിലൊരു തർക്കവും ഉണ്ടാകുന്നതല്ല. ഞാനൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ 2019 കടുത്ത തോൽവിക്ക് ശേഷം മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെയും CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവിലും ഉള്ള പാർട്ടി കമ്മിറ്റികൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളൊന്ന് വായിച്ചു നോക്കി. സ്വാഭാവികമായിട്ടും
കേരളത്തിന്റെ ആർക്കൈവീസുകളിൽ അതെല്ലാവർക്കും ലഭ്യമാണ്. ഉണ്ണിക്കും വളരെ എളുപ്പത്തിൽ അത് ലഭ്യമാകും. ആ വാർത്തകളൊന്ന് എടുത്തു നോക്കൂ. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നതിന് സമാനമായത് ചിലപ്പോൾ അതേ ആളുകൾ തന്നെ ഓരോ കമ്മിറ്റിയിലും ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തി എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ ഒന്നാം ഗവൺമെന്റിന്റെ കാലത്ത് ഇന്നെന്താണോ നടത്തിയ അഭിപ്രായം അത് തന്നെ പറയാൻ ഇടവന്നിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമായി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഫെഡറൽ സംസ്ഥാനത്തിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിലപാടുകൾ കൂടിയെടുക്കുന്നതോടെ അത് കുറച്ചുകൂടി ഗൗരവമായി വരുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ മുൻഗണന പാലിക്കാനും തയ്യാറാകണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ കെ രാജൻ, ഈ കാര്യത്തിൽ മന്ത്രി എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് താങ്കൾ ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ CPIക്ക് CPMനോട് പറയാനുള്ളത് എന്ന രൂപത്തിൽ തന്നെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ചില കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഭാഷാപ്രയോഗത്തിൽ പാലിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് സമീപനത്തെപ്പറ്റി ചിന്തിക്കാനാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്ന് ബിനോയ് വിശ്വം കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപ് പറഞ്ഞു. അത് പിണറായി വിജയന്റെ ശൈലിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളിലും CPMനകത്ത് ജില്ലാ ഘടകങ്ങളിലും വിമർശനം വരുന്ന ഘട്ടത്തിലാണ് ആ പ്രതികരണം അദ്ദേഹം നടത്തിയത്. ഇപ്പോൾ ഇന്നലെ വാർത്താക്കുറിപ്പായിട്ടും ഇന്നിപ്പോൾ പ്രതികരണമായിട്ടും വാർത്താ സമ്മേളനമായിട്ടും അദ്ദേഹം പറയുന്നത് കണ്ണൂരിലെ ചില അപജയങ്ങളെക്കുറിച്ചാണ്. കണ്ണൂരിൽ CPMനെ തിരുത്തിക്കൊണ്ടുള്ള ഈ രീതിയിൽ പൊയ്ക്കൂടാ എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ തുറന്നു തന്നെ നടത്തുകയാണ്. ഈ CPIയുടെ കുറേ കാലത്തിനിടയ്ക്കുള്ള ആദ്യമായിട്ടുള്ള ഒരു വിമർശനമായിട്ട് വേണം കാണാൻ. താങ്കളെപ്പോലുള്ളവർ അതിനോട് യോജിക്കുന്നില്ല എന്നാണോ, അതോ മന്ത്രിയായതുകൊണ്ടുള്ള എന്താ പറയുക പറയാതിരിക്കുന്നു എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യത്തിൽ CPIക്ക് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറിയുടെ നിലപാടാണല്ലോ. സ്മൃതി, എന്താണ് കാര്യത്തിലൊരു സംശയം? കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അഭിപ്രായം കേട്ടത് എന്ന് സ്മൃതി പറയുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയേണ്ട വിഷയം ഉണ്ടാകുന്നത് എന്ന വിധത്തിൽ അതിനെ കാണണം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള ഐഡന്റിറ്റിയും അതിന്റെ നിലനിൽപ്പും ഉണ്ട്. ഏത് ഘട്ടത്തിലാണോ അങ്ങനെ പറയേണ്ടി വരുന്നത് ആ ഘട്ടത്തിലെല്ലാം പറഞ്ഞ അനുഭവമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത് നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഞാൻ മന്ത്രി എന്ന നിലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതല്ല. 8, 9, 10 തീയതികളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ കൂടിയ ആകെ റിപ്പോർട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ചേരുന്നുണ്ട്. തീർച്ചയായും 8, 9, 10 തീയതികളിൽ നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ DC നടത്തിയിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ പറയും. അതിലെ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന നിലയിൽ 2 പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടത് പറയും. നിങ്ങളോടും കേരളത്തിലെ ജനങ്ങളോടും പറയേണ്ടത് മറയില്ലാത്ത വിധം ഞങ്ങളത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. അത് പറഞ്ഞതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആകെ റിസൾട്ടോ CPIയുടെ സമീപനമോ കണ്ണൂർ വിഷയത്തെക്കുറിച്ച് ഉള്ളത് മാത്രമാണ് എന്ന് കരുതണ്ട. ബാക്കി പല വിഷയങ്ങളെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായമുണ്ട്. അത് 14 ജില്ലാ കമ്മിറ്റികളുടെ യോഗത്തിന് ശേഷം ഞങ്ങൾ പറയും. ശ്രീ കെ രാജൻ, അപജയം സംഭവിച്ചിരിക്കുന്നത് CPMനാണ് എന്നൊരു അഭിപ്രായം CPIക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വയം വിമർശനപരമായ പ്രതികരണമല്ലല്ലോ അദ്ദേഹം നടത്തിയത് വാർത്താ സമ്മേളനത്തിലാണെങ്കിലും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ തിരുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും തിരുത്തേണ്ട കാര്യങ്ങൾ പറയുന്നത് CPMനെ കുറിച്ചാണ്. അല്ല, അപജയം സംഭവിച്ചത് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ CPMനെ കുറിച്ചാണ് എന്ന് CPIക്ക് ധാരണയുണ്ടെങ്കിൽ സ്മൃതി ഒരു തെറ്റിദ്ധാരണയും വേണ്ട. പച്ചയ്ക്ക് അക്കാര്യം പറയേണ്ടി വന്നാൽ പറയും. പക്ഷെ അത് ആലോചിക്കാനുള്ള ഞങ്ങളുടെ കമ്മിറ്റി, അക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഞങ്ങളുടെ കമ്മിറ്റി ഒന്ന് കൂടാനുള്ള സമയമെങ്കിലും റിപ്പോർട്ടർ അനുവദിച്ചു തരണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ യോഗം കൂടാണ്ടാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? അല്ലല്ല, ഉറപ്പായിട്ടും അങ്ങനെയല്ല. യോഗം കൂടി ചർച്ച ചെയ്യേണ്ട വിഷയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. സെക്രട്ടറി പറഞ്ഞ വിഷയം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കണ്ണൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ്. അതിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തന്നെയാണ് CPIയുടെ അഭിപ്രായം, കേരളത്തിലെ എല്ലാവരുടെയും അഭിപ്രായം.
പക്ഷേ ആ ഒറ്റ അഭിപ്രായമേ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് CPI ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനിയും പല വിധത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ അഭിപ്രായങ്ങളുണ്ട്. അത് ഞങ്ങളുടെ കമ്മിറ്റി കൂടിയാൽ ഞങ്ങൾ പറയും. ഓക്കെ, ഒരു നിമിഷം. മിനിസ്റ്റർ കെ രാജൻ, തൃശ്ശൂര് ഉല്ലൂരും BJP മുന്നിലെത്തുന്ന ഘട്ടമുണ്ടായി. ഇരിങ്ങാലക്കുട, കരുവന്നൂര് നിൽക്കുന്ന ഇരിങ്ങാലക്കുടയിൽ BJP മുൻപിലെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പിൽ കരുവന്നൂര് പാർട്ടിയെ, സുനിൽകുമാറിനെ ദോഷകരമായി ബാധിച്ചു. പക്ഷെ ഉല്ലൂരിൽ എന്താണ് സംഭവിച്ചത്? അല്ല അരുൺ, ഒല്ലൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് കണക്ക് അരുണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയ ഒരു കാര്യം, ഒല്ലൂരിലെ കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കിക്കോ. എപ്പോഴും 2 തവണകളിലൊഴികെ 50 വർഷക്കാലത്തിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നൊരു മണ്ഡലമാണ് ഒല്ലൂർ മണ്ഡലം. 91-ലും 96-ലും 2 ഘട്ടത്തിലാണ് ഒരേ സമയം നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ ആളുകൾ തന്നെ വോട്ടിട്ട അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പല ഘട്ടങ്ങളിലാണ്. നിയമസഭ ഒരു ഘട്ടത്തിൽ നടക്കും, ലോക്സഭ ഒരു ഘട്ടത്തിൽ നടക്കും. 96-ൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ ആളുകൾ വോട്ട് ചെയ്ത് 2 വ്യത്യസ്തമായ പെട്ടികളിട്ട ഒരു അനുഭവം. ആ 96-ലെ തെരഞ്ഞെടുപ്പിൽ 5680 വോട്ടിന് CN ജയദേവൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നപ്പോൾ, അതിനുശേഷം അതേ ആളുകൾ തന്നെ വോട്ട് ചെയ്തപ്പോൾ ലോക്സഭയിലേക്ക് K കരുണാകരന് 3000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായി. ജയിച്ചത് VV രാഘവനാണെങ്കിലും VV രാഘവൻ അങ്ങനെ ജയിക്കുമ്പോഴും CPIയുടെ MLA, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത ഒല്ലൂരിലെ ജനങ്ങൾ ലോക്സഭയിലേക്ക് കരുണാകരന് കൂടുതൽ വോട്ട് കൊടുത്ത അനുഭവമുണ്ട്. എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ സാധാരണ നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടക്കാലത്ത് അനുകൂലമായും, അല്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രപ്പനും ജയദേവനും മത്സരിച്ച 2 ഘട്ടങ്ങളിലൊഴികെ ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അനുകൂലമായും വിധിയുണ്ടാക്കിയ ഒരു മണ്ഡലമാണ് ഒല്ലൂർ നിയോജക മണ്ഡലം. ഞാനിത് പറയാൻ കാരണം, ആ കണക്കനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതെങ്കിൽ ഞങ്ങൾ സാധാരണ നിലയിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടായാൽ ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടവരല്ലേ? അങ്ങനെ പോയില്ലല്ലോ. ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു, കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ ലഭ്യമായതിനേക്കാൾ എത്രയോ ഏറെ വോട്ടുകളാണ് പുറകോട്ട് പോയത്. അങ്ങനെ പോകാനുണ്ടാകുന്ന സാഹചര്യം എന്താണ്? കോൺഗ്രസ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് തിരുത്തേണ്ട അനുഭവം ഉണ്ടാകുന്നത്? തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് മറ്റൊരു ഘട്ടമാണ്. തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ള ജനവിധി അംഗീകരിക്കല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഗുരുവായൂർ ഒഴികെ 6 നിയോജക മണ്ഡലത്തിലും BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നൊരു സാഹചര്യം ഏത് കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്ഥലമായിരുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. പക്ഷെ അങ്ങനെ ഉണ്ടായപ്പോൾ കഴിഞ്ഞ തവണ 2019-ൽ 4,14,000 വോട്ട് കിട്ടിയ കോൺഗ്രസ് എന്തുകൊണ്ട് 3,20,000 എന്ന നമ്പറിലേക്ക് തിരിച്ചുപോയി? ഞങ്ങൾ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 17,000 വോട്ട് അധികം വന്നു എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണ്ടേ? നിയമസഭയിലും ലോക്സഭയിലും 2 അനുഭവമാണെന്ന് ഞാൻ നേരത്തെ പറയാനുണ്ടായ കാരണം അതാണ്. നിയമസഭയിൽ ഉണ്ടാകുന്ന മറ്റൊരു അനുഭവമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഗുരുവായൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി, ഇപ്പൊ പൊന്നാനിയിലെ കാൻഡിഡേറ്റ് ആയിരുന്ന BJPയുടെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയ ഒരു ഇലക്ഷൻ. മണലൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാൾ ഇപ്പോൾ CPMന്റെ പ്രവർത്തകനായി മാറിയ ഒരു 3 വർഷക്കാലത്തെ അനുഭവം. ഇതൊക്കെ വെച്ചാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് കണ്ടത്. പുണ്യ ബാലകൃഷ്ണന് നല്ലതുപോലെ അറിയാൻ, ഞങ്ങളത് സംസാരിച്ചിട്ടുള്ളതാണ്. 50 വർഷക്കാലത്തിനിടയിൽ ഒല്ലൂരിൽ ഒരു തവണ പോലും ഒരാൾ 2ാമത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയോ, ഒരു 1970 മുതലുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ ഒരു നിയമസഭാംഗം 5 വർഷക്കാലം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാറില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല സമീപകാലത്ത്. PR ഫ്രാൻസിസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അന്ന് ഈ ഒല്ലൂരിന്റെ ഘടന ഇങ്ങനെയല്ല. 2ാമതൊരു തവണ വീണ്ടും ആ ചീത്ത പേര് മാറ്റാൻ അവസരം ഉണ്ടായത് എന്നിലൂടെയാണ്. അപ്പൊ കിട്ടിയ വോട്ട് ലോകസഭയിലെ വോട്ടായിട്ട് നമുക്ക് പരിഗണിക്കാനാകില്ല. അപ്പൊ ആ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടായ ഗൗരവമായിട്ടുള്ള ശിഥിലീകരണം സീരിയസ് ആയ ഒരു പ്രശ്നമായി കാണേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകൾ ലഭ്യമായില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് തുടർച്ചയായ അന്വേഷണത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് തന്നെ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ
തൃശ്ശൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രത്യേകമായി നേതൃത്വം നൽകും. അതിൽ പാർട്ടിക്ക് പറയേണ്ട അഭിപ്രായം 8, 9, 10 തീയതികളിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം CPIക്ക് പറയേണ്ട എല്ലാ അഭിപ്രായങ്ങളും കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിന്റെ നിലപാടായി നിങ്ങളോട് പറയും എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. ശ്രീ കെ രാജൻ, വയനാട്ടിൽ ബൈ ഇലക്ഷൻ വരികയാണല്ലോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആനി രാജ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്ത് നാഷണൽ നേതാവ് എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം പ്രിയങ്ക ഗാന്ധിയാണ് അവരുടെ സ്ഥാനാർത്ഥി. CPIൻ്റെ സീറ്റാണല്ലോ ശരിക്കും വയനാട് എന്ന് പറയുന്നത്. അപ്പം പ്രിയങ്ക ഗാന്ധിക്കെതിരെ, ഇന്ത്യ മുന്നണിക്കെതിരെ CPIൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർബന്ധമായിട്ടും അവിടെ വേണമല്ലോ. അപ്പം അത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെയല്ലല്ലോ. ഇപ്രാവശ്യം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടിയാണ്, പിന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവാണ്. അവർക്കെതിരെ CPI മത്സരിക്കുമ്പോൾ നിങ്ങൾ ആരെയായിരിക്കും സ്ഥാനാർത്ഥിയാക്കുക? ഒരു വലിയ നേതാവിനെ തന്നെ വേണ്ടി വരില്ലേ അവർക്കെതിരെ ഒരു ഫൈറ്റ് കേരളത്തിൽ കൊടുക്കുക എന്നുള്ളത്? അപ്പോൾ ആരെയായിരിക്കും നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുക? 14 വർഷക്കാലത്തെ അനുഭവം റിപ്പോർട്ടർ മറന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും സാധാരണ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കകത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ളൊരു അവസരം റിപ്പോർട്ടർ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അനുവദിച്ചു തരണം എന്നാണ് എനിക്ക് വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. വയനാട്ടിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് ഇപ്പൊ ജനങ്ങളോട് നടത്തിയിട്ടുള്ളത് ഒരു അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം നേരത്തെ മത്സരിച്ചിട്ടുണ്ട് 2 സീറ്റുകളിലെ ആളുകൾ. ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നാളെയിൽ അദ്ദേഹം മത്സരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി അദ്ദേഹം നോമിനേഷൻ കൊടുത്ത് മത്സരിച്ചിട്ടുണ്ട്. 2 സ്ഥലത്തും തോൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തുകൊണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട് അവസാനത്തെ തവണ 2 മണ്ഡലങ്ങളിൽ. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ഞാൻ ആ മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു എന്ന് പറയാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ചങ്കൂറ്റം ഉണ്ടായില്ല? ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തില്ലേ? രാഹുൽ ഗാന്ധിയോടോ പ്രിയങ്ക ഗാന്ധിയോടോ ഇന്ത്യ മുന്നണിയോടോ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ എങ്ങനെ എന്നല്ല. രാഹുൽ ഗാന്ധിക്ക് പറയാലോ, റായ്ബറേലിയിലും വയനാട്ടിലും ഞാൻ മത്സരിക്കുന്നു, 2 സ്ഥലങ്ങളിലും ഞങ്ങൾ വോട്ട് ചെയ്യണം, ഏതാണ് ഒഴിവാക്കേണ്ടത് എന്ന് ഞങ്ങളുടെ പാർട്ടി പിന്നീട് കൂടി തീരുമാനിക്കും. 26-ാം തീയതി തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും പൂർത്തീകരിക്കും വരെ മെയ് മാസം അവസാനിക്കുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു സീറ്റിൽ കൂടി ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പോലും ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ എന്താണ് കോൺഗ്രസിനുണ്ടായിരുന്ന ഭയം? അപ്പോൾ സാധാരണ നിലയിൽ വയനാട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾക്ക് സാധാരണ നിലയിലുള്ള സംഘടനാ ഭൂരിപക്ഷം കൊണ്ട്, തെരഞ്ഞെടുപ്പിലുള്ള ഞങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ട് എന്തും ചെയ്യാം. മുസ്ലിം ലീഗിനെ പോലെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടി അതിന്റെ കൊടി പോലും അവതരിപ്പിക്കേണ്ട എന്ന് പ്രഖ്യാപിച്ച് ഞങ്ങൾ മത്സരിച്ചാലും അണികൾ ഞങ്ങളോടൊപ്പം നിൽക്കും, ആരെയും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകാം. അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അഹങ്കാരം കാണിച്ചാൽ അതിന് വയനാട്ടിലെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും എന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം, അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാരണ. അപ്പം അതിൽ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ ജയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് ജനങ്ങളോട് കാണിച്ച ഈ അപകടകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായി തെരഞ്ഞെടുപ്പിൽ അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തുക, ആ രേഖപ്പെടുത്തിയ അഭിപ്രായ പ്രകടനം ശരിയായ വിധത്തിൽ ജനങ്ങളുടെ വോട്ട് മേടിച്ച് വിജയിക്കാൻ കഴിയുക, 5 വർഷക്കാലം വയനാട് അനുഭവിച്ചു വന്ന പിന്നെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പരസ്പര കോൺഫ്ലിക്റ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാതിരുന്ന നിലപാടിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം കുറെ കൂടി ആഴത്തിൽ ബോധ്യപ്പെടുത്തുക, ഇതെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിപ്പിക്കും. വലിയ ഗൗരവത്തോടു കൂടി തന്നെ ആ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുകയും ചെയ്യും. ശ്രീ കെ രാജൻ, താങ്കൾ നേരത്തെ നവകേരള സദസ്സ് ആ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ യാത്രയിൽ ആ ബസ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ചെലവഴിച്ചയാൾ താങ്കളായിരുന്നു എന്നാണ് ബസ്സിലുണ്ടായിരുന്ന മറ്റു മന്ത്രിമാരടക്കം പറഞ്ഞത്. അതായത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, ഇത്രയും നേരം എല്ലാവരും വളരെ, നമ്മുടെ ഒരു വാർഷിക ദിനമാണ്, ഇത്രയും നേരം പാവം മിനിസ്റ്ററെ ഇങ്ങനെ എല്ലാവരും ഒന്നിന് പിന്നാലെ ഒന്നായി ചോദ്യശരങ്ങൾ ഇങ്ങനെ തൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ബസ്സിനുള്ളിൽ എന്തായിരുന്നു ആ ഒരു മാസക്കാലം ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുകയായിരുന്നോ അതോ താങ്കൾ സന്തോഷം കണ്ടെത്തുകയായിരുന്നോ? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്.
സ്വാഭാവികമായിട്ടും 957 മുതൽ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ മന്ത്രിമാർ പൂർണ്ണമായും ഏതാണ്ട് ഒരു മാസക്കാലത്തിലേറെ ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നൊരനുഭവം ആദ്യമായിട്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഞങ്ങളൊരു ഒരേ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തിയൊരു വലിയ ടീമുണ്ട്. ബാലഗോപാലനാണെങ്കിലും പി രാജീവാണെങ്കിലും ഞാനാണെങ്കിലും രാജേഷാണെങ്കിലും പി പ്രസാദാണെങ്കിലും SFIയുടെയും AISFന്റെയും സംസ്ഥാന ഭാരവാഹികളായി ഒരേ കാലഘട്ടത്തിൽ ജയിലിൽ കടന്നും അടികൊണ്ടും നിരാഹാരം കടന്നും ഒക്കെ ഒരുപോലെ ജീവിതത്തിൽ ഓരോ ദിവസവും പരസ്പരം വിളിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഞങ്ങളുടെ നല്ല ഒരു ടീം, യൂത്ത് വിദ്യാർത്ഥി നേതൃത്വ നിരയിൽ പ്രവർത്തിച്ചൊരു ടീം യാത്രയിലുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ പരസ്പരം പറയാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. ഞാൻ ചോദിച്ചത് ഉല്ലാസത്തെ കുറിച്ചാണ്. കാരണം നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഒരു യാത്ര പോകുന്ന പതിവൊന്നുമില്ലല്ലോ. ആ യാത്രയിൽ താങ്കൾ എല്ലാവർക്കും കുറച്ച് ഉല്ലാസം കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന്. അല്ല, ഞങ്ങളുടെ ഉല്ലാസത്തിൽ അരുണും ഉണ്ടായിരുന്നു. അരുണും ഉല്ലസിച്ചിരുന്നു ആ യാത്ര എല്ലാ സമയത്തും. അപ്പൊ അരുണിനോട് ചോദിച്ചാൽ കുറെ കൂടി അതിന്റെ ഉല്ലാസം എന്താണെന്ന് മനസ്സിലാക്കി. ടോക്ക് ഷോയിൽ അവസാനിപ്പിക്കുന്ന ദിവസം സ്വകാര്യമായിട്ടിരിക്കുന്ന നേരത്തെ അരുൺ പറഞ്ഞു തരും ക്രിസ്മസിന്റെ സമയത്താണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അവസാനിപ്പിക്കും മുമ്പോ ME നികേഷ് കുമാർ നമുക്കൊപ്പം ചേരും. ഇപ്പോൾ അതെ, എനിക്കൊരു ചോദ്യം ശ്രീ കെ രാജനോടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ചോദ്യമാണ്. അങ്ങേക്ക് നന്നായി അറിയുന്ന ഒരു ജില്ലയാണല്ലോ തൃശ്ശൂർ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ CPM വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യം, പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് നല്ല ആധിപത്യമുള്ളൊരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. ആ അർത്ഥത്തിൽ ശ്രീ കെ രാജൻ, ഈ തോൽവിക്ക് തൃശ്ശൂരിൽ ഈ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളുടെ, ഞാൻ ഉദ്ദേശിക്കുന്ന ഈഴ വിഭാഗങ്ങളുടെ ഒരു മാറ്റം വഴിവെച്ചിട്ടുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഈ അന്തിക്കാടൊക്കെ ആ വിഭാഗത്തിന് വലിയ ശക്തി ഉണ്ടായിട്ട് അവിടെയൊക്കെ തന്നെയും ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് പോലും ആ തരംഗത്തിൻ്റെ കാലത്ത് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത മുന്നേറ്റം പിന്നോട്ട് പോയി ഇടതുപക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് ആ ജില്ല നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ആ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ പാർട്ടിയുടെ അടിസ്ഥാന വിഭാഗത്തിൽ നിന്നൊരു ചോർച്ച BJPയിലേക്ക് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ണി, നമുക്ക് ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും നിലപാടെടുക്കാൻ കഴിയുമോ? അല്ല, കുറ്റപ്പെടുത്തലിന്റെ പ്രശ്നമല്ല ഇത്. നമ്മളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമല്ലോ. അത് CPM മനസ്സിലാക്കുന്നുണ്ട്. CPM തന്നെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു വിഭാഗം പോയിട്ടുണ്ടെന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആകും. ആ വിഭാഗം പൂർണ്ണമായിട്ട് അങ്ങനെ പോകുമെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ ഭൂരിപക്ഷം ഉണ്ടായത്? ആ ജില്ലയിൽ തന്നെ അങ്ങനെ ഒരു വിഭാഗം പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ചേലക്കരയിൽ ഭൂരിപക്ഷം ഉണ്ടായത്? തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുണ്ടായ 6 മണ്ഡലങ്ങളിൽ ചാലക്കുടി ഒഴികെ 5 മണ്ഡലങ്ങളുള്ളതിൽ 4 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. വടക്കാഞ്ചേരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കുറഞ്ഞത് കേവലം 500 വോട്ടിനാണ്. അതുകൂടി കൂട്ടിയാൽ ഏതാണ്ട് 5 മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ വോട്ടിംഗ് നില സാമാന്യം ഭദ്രമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി പരിശോധിക്കുമ്പോൾ ഒരു വിഭാഗത്തിന്റെ മാത്രം വോട്ട് ആ ജില്ലയിലാകെ ചോർന്നുപോയി എന്നെങ്ങനെയാണ് കരുതാനാവുക? കേരളത്തിൽ പൊതുവെ ഉണ്ടായ ചില പ്രശ്നങ്ങളും അതോടൊപ്പം സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായ ചില നടപടിക്രമങ്ങളും അപകടകരമായ വിധത്തിലുള്ള വോട്ടു ചേർക്കലും പണം കൊടുക്കലും ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രകാശ് ജാവേദ്കർ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ നടത്തിയ ചില ശ്രമങ്ങളുമൊക്കെ ആ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് നേതൃത്വത്തിൽ വോട്ട് കൂടാനിടയായി. അതൊരു സ്ഥായിയായ ഘടകമാകും എന്ന് കരുതരുത്. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുണ്ടാകും. അതുകൊണ്ട് അന്തിക്കാട്, താന്യം, ചാഴൂര്, പാറളം ഇവിടെയൊക്കെ ഉണ്ടായ വോട്ടിന്റെ കുറവ് ഗൗരവത്തോടെ തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. അതുപക്ഷെ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ വോട്ടിന്റെ പ്രശ്നമായി കാണരുത്. താങ്ക് യു മിനിസ്റ്റർ. നമ്മൾ ഈ 14ാം വാർഷിക ദിനത്തിൽ നിൽക്കുമ്പോൾ മിനിസ്റ്റർക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമായിരിക്കുമല്ലോ. ഞങ്ങൾക്കിപ്പോൾ ഒരു പാട്ടുകാരിയുണ്ട്, ഭദ്ര. അപ്പോൾ ഒരു ബാൻഡുമുണ്ട്. രാവിലെ 7 മണി മുതൽ ഞങ്ങൾ പാട്ടും സംഗീതവുമായിട്ടാണ് ഈ യാത്ര തുടരുന്നത്. ഇപ്പോൾ 12.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ യാത്ര. ഞങ്ങൾ രാവിലെ 7 മണി മുതൽ ഞങ്ങൾ എല്ലാവരും എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലുണ്ട്. ഈ ദിവസം
താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. ഡോക്ടർ അരുൺ, മന്ത്രി പാടുവോ? മന്ത്രി താങ്കൾക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. മന്ത്രി പാട്ട് പാടുമോ എന്ന് ചോദിച്ചാൽ മിനിസ്റ്റർ പാടാറുണ്ടോ? മിനിസ്റ്റർ, മന്ത്രിയെ പാടിച്ചിട്ട് റിപ്പോർട്ടറിന്റെ കേൾവിക്കാർ മന്ത്രിക്ക് എതിരാക്കാനുള്ള ഒരു നിലപാടെടുക്കണ്ട. മന്ത്രി പാടി കുഴപ്പമുണ്ടാക്കണ്ട. കെ രാജനോടുള്ള ആദ്യത്തെ ചോദ്യം തന്നെ ഈ സർക്കാർ അൺപോപ്പുലർ ആയിരുന്നു, പാട്ടുപാടി അൺപോപ്പുലർ ആക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി വേണ്ടെന്നാണ് കെ രാജൻ പറഞ്ഞത്. പക്ഷേ ഞാൻ അറിയുന്ന ശ്രീ കെ രാജൻ ഒരു ഉണ്ടാക്കില്ല. പാട്ട്, സാഹിത്യം, സ്പോർട്സ് ഇതൊക്കെ ആസ്വദിക്കുന്ന ആളാണ് കേട്ടോ ശ്രീ കെ രാജൻ. മിനിസ്റ്റർ, ഞങ്ങൾക്കൊപ്പം ഭദ്രയുണ്ട്. യുവ പാട്ടുകാരിയാണ്. വളരെ മില്യൺസ് വ്യൂവേഴ്സ് ഉള്ള ഫാൻസ് ബേസ് ഉള്ള ഒരാളാണ് നമ്മുടെ ഭദ്ര. അപ്പോൾ ഭദ്ര ഒരുപാട് സിനിമാ ഗാനങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം ഭദ്ര നമുക്ക് വേണ്ടി, മിനിസ്റ്റർക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. ഞാൻ മിനിസ്റ്ററിന് പാട്ട് എന്താണെന്ന് ചോദിക്കാത്തത്, ആ സമയത്ത് പിന്നെ പാട്ട് തപ്പിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മിനിസ്റ്റർ എന്തായാലും ഒരു 80s 90s ഒക്കെ ആയിരിക്കുമല്ലോ മിനിസ്റ്റർ പിടിക്കുക. ആയിക്കോട്ടെ. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അത്ര പിന്നിലോട്ടൊന്നും അല്ല കേട്ടോ. അതൊരു വെല്ലുവിളിയായിട്ട് ശ്രീ കെ രാജൻ അതൊരു വെല്ലുവിളിയായിട്ട് എടുക്കണം. ഒറ്റ കാര്യം, ഒരു കാര്യം റിപ്പോർട്ടറിന്റെ 14ാം വാർഷികാഘോഷത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുക എന്ന് മാത്രമല്ല, അരുൺ കേൾക്കുന്നുണ്ടോ? കേൾക്കാം മിനിസ്റ്റർ. കേൾക്കാം മിനിസ്റ്റർ. അപ്പോൾ റിപ്പോർട്ടർ 14ാം വാർഷികത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ 14ാം വാർഷികാഘോഷത്തിന്റെ സമ്മാനമായി റിപ്പോർട്ടറിനോടൊപ്പം ചേരണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം അരുണിനെ വിളിച്ചിരുന്നു. അരുൺ തിരക്കിനിടയിൽ ഫോൺ എടുത്തില്ല. എനിക്ക് തോന്നുന്നു കോട്ടയത്താണ്, ഞാനത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു അമ്മയുടെ, വീടില്ലാത്തൊരമ്മയുടെ അനുഭവത്തെക്കുറിച്ച് രാവിലത്തെ ഷോയിൽ അരുൺ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതെ, അത് റവന്യൂ വകുപ്പ് മന്ത്രി കേൾക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി അങ്ങ് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ റിപ്പോർട്ടറിന്റെ 14ാം വാർഷികത്തിൽ ആ അമ്മയ്ക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിന്റെ ഉത്തരവാദിത്തം റിപ്പോർട്ടറിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന സന്തോഷം കൂടി ആ നടപടിക്രമങ്ങളുമായിട്ട് നമുക്ക് പോകാം. 14ാം വാർഷികത്തിന്റെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് വളരെ വലിയൊരു സർപ്രൈസായി, വളരെ വലിയ സർപ്രൈസായി. അതായത് സർക്കാരിന്റെ ഗിഫ്റ്റ്, സർക്കാരിന്റെ സമ്മാനം, പിറന്നാൾ ഈ ഞങ്ങൾ 12 മണിക്കൂർ പിന്നിട്ട് ഒരു 1.5 മണിക്കൂർ മാത്രം ബാക്കിയുള്ള സമയത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് മിനിസ്റ്റർ. വളരെ സന്തോഷം. ഞാൻ മിനിസ്റ്റർ ഇത് കേൾക്കുമെന്ന് കരുതി പറഞ്ഞതാണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ നേരിട്ടത് കമ്മിറ്റ് ചെയ്യാൻ നമുക്ക് ശേഷിയില്ല. സാധാരണ നമ്മൾ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യും. പക്ഷേ മിനിസ്റ്ററെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ സമയത്ത് ഞാനിവിടെ പറഞ്ഞു മിനിസ്റ്റർ ഒന്ന് വിളിക്കാൻ പറ്റും, പക്ഷേ മിനിസ്റ്റർ കിട്ടിയില്ല. പക്ഷേ മിനിസ്റ്റർ കിട്ടാതെ എങ്ങനെയാണ് ഞാൻ പറയും. പക്ഷേ ഞാൻ 2 കൽപ്പിച്ചങ്ങ് പറഞ്ഞതാണ്. മിനിസ്റ്റർ ഒന്ന് കേട്ടു എന്നതിൽ സന്തോഷം. താങ്ക്സ് എ ലോട്ട് മിനിസ്റ്റർ. അപ്പോൾ എന്തായാലും മിനിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ ജൂലൈ മാസത്തിൽ തന്നെ ഒരു മോർണിംഗ് ഷോയിൽ തറക്കല്ലിട്ട് അങ്ങ് തുടങ്ങാം. ഗംഭീരം. ഞങ്ങൾ വരും മിനിസ്റ്റർ. തീർച്ചയായും ദാറ്റ് ഷോസ് ദി കമ്മിറ്റ്മെന്റ്. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട്. അരുൺ, നമ്മൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് മിനിസ്റ്ററുണ്ട്, ഞാൻ മിനിസ്റ്ററോടും കൂടെയാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സമയത്ത് റിപ്പോർട്ടർ TV തുടങ്ങുന്നത് ഭിന്നശേഷിക്കാരനായ പ്രദീപിന് വീട് വെച്ച് കൊടുത്തിട്ടാണ്, കോഴിക്കോട് അല്ലേ? ഇന്നത്തെ ആനിവേഴ്സറി ദിവസവും വേറൊരു വീടിൻ്റെ കാര്യം, വീട് വെക്കാമെന്ന് സർക്കാർ തന്നെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒത്തിരി സന്തോഷം. താങ്ക് യു മിനിസ്റ്റർ. നമ്മൾ ചെറിയ മനുഷ്യരുടെ കാര്യങ്ങളിലാണ് ഇടപെടുന്നത്, പക്ഷേ അവരെ സംബന്ധിച്ച് അതവരുടെ ജീവിത പ്രശ്നമാണ് എന്നതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ റിപ്പോർട്ടറിലൂടെ ഇന്നൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും മിനിസ്റ്റർ, ഒരു കാര്യം കൂടി റിപ്പോർട്ടറിലൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് കേരളത്തിലെ 27 കേന്ദ്രങ്ങളിൽ RDO സബ് കളക്ടർമാർ മാത്രം നിർവഹിച്ചിരുന്ന ഒരു ചുമതലയായി നിൽക്കുകയായിരുന്നു. ഏതാണ്ട് 4 ലക്ഷത്തിലേറെ അപേക്ഷകളുണ്ട്. 1,70,000 ഓൺലൈനിൽ തീർത്തു. എന്നാലും 2-2.25 ലക്ഷത്തോളം അപേക്ഷകളുണ്ട്. അപ്പോൾ 27 പേർ എത്ര വിചാരിച്ചാലും രാപ്പകലില്ലാതിരുന്ന് ഉത്തരവിട്ടാലും എളുപ്പം കൊണ്ട് തീർക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഒരു പുതിയ ഭേദഗതി ബില്ല് തന്നെ കേരളത്തിൽ അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി കളക്ടറിൽ താഴെയില്ലാത്തൊരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി ആ നടപടി ആരംഭിക്കാൻ നിശ്ചയിച്ചു. അപ്പോൾ 14ാം വാർഷികത്തിൽ പറയാനുള്ളൊരു കാര്യം, നാളെ രാവിലെ 71 ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിലാകെ കേവലം 27 പേർ കൈകാര്യം ചെയ്തിരുന്ന ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം നാളെ രാവിലെ മുതൽ 71 ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്നതോടെ ഒരു 6 മാസക്കാലത്തിനുള്ളിൽ ഓൺ റോഡായി നമുക്ക് മാറാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്കാണ് റവന്യൂ വകുപ്പ് പോകുന്നത്. ആ ഒരു ശുഭകരമായ കാര്യം കൂടി റിപ്പോർട്ടറിൻ്റെ ഈ ആഘോഷവേളയിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമെന്ന നിലയിൽ കൂടി
പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇത് കൂടി താങ്ക് യു മിനിസ്റ്റർ. തീർച്ചയായിട്ടും ആ വാർത്തയും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. താങ്ക് യു മിനിസ്റ്റർ. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക്സ്. സത്യത്തിൽ ഇന്നിപ്പം ഇടുക്കിയിലെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയില്ലായിരുന്നുവെങ്കിൽ മിനിസ്റ്റർക്ക് കൊച്ചിയിൽ ഈ ഫ്ലോറിൽ ഉണ്ടാകേണ്ടതായിരുന്നു അല്ലേ? ഒരുപാട് തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ സ്റ്റുഡിയോ അതെ ഞാൻ എന്നോട് ഇന്ന് ആതിര സംസാരിക്കുമ്പോൾ ഇന്നലെയാണ് ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനായത്. നേരത്തെ അപ്പോഴേക്കും ഞാൻ ഇടുക്കിയിലെ പരിപാടി തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ എറണാകുളത്തെ ഫ്ലോറിൽ ഉണ്ടായേനെ. അതെ. താങ്ക് യു മിനിസ്റ്റർ. ഗുഡ് നൈറ്റ്. ശരി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.